നമസ്കാരം. അമേരിക്ക ഇറാൻ യുദ്ധം, ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള ആ യുദ്ധം വെടിനിർത്തലിലേക്ക് എത്തിയ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു. 10 ആവശ്യങ്ങൾ, ഈ വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള 10 ആവശ്യങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചു. ഒത്തിരി ആവശ്യങ്ങളുണ്ട്, പക്ഷെ 10 വ്യവസ്ഥകൾ ഇറാൻ മുന്നോട്ട് വെച്ച് ആ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ടാണ് അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അത് ലോകത്തിന് വലിയ ആശ്വാസമാണ് തന്നിരുന്നത്. കാരണം അത്തരത്തിൽ ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ അതൊരു സ്ഥിരമായിട്ടുള്ള ഒരു യുദ്ധ വിരാമത്തിലേക്ക് അത് എത്തും എന്ന് നമ്മളൊക്കെ കരുതി. എന്നാൽ സ്ഥിതിഗതികൾ അങ്ങനെയല്ല. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് ആ 10 വിവരങ്ങൾ, ഇറാന്റെ 10 കൽപ്പനകൾ വിശദമായി തന്നെ ഞാൻ ഇന്നൊരു വീഡിയോയിൽ പറയാമെന്നാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നതും ആ കാര്യം തന്നെയാണ്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ചില സംഭവ വികാസങ്ങൾ കഴിഞ്ഞ 12 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് ആ കാര്യം ഇവിടെ ഒന്ന് സൂചിപ്പിക്കണമെന്ന് തോന്നുന്നു. ഈ വെടിനിർത്തൽ 10 കൽപ്പനകൾ അവിടെ വന്നിരുന്നു എന്നുണ്ടെങ്കിലും അതൊക്കെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ വീണ്ടും യുദ്ധം തുടരാണ്. ലബനനിലേക്ക് അടിക്കുന്നു. അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങളുടെ പല രാജ്യങ്ങളിലേക്കും ഡ്രോണുകളും മറ്റും അയച്ച ശേഷം അതൊക്കെ ഇറാൻ അയച്ചതാണ് എന്ന് പറയുന്നു. ആ വിധത്തിലുള്ള ഒരു യുദ്ധക്കൊതിയനായിട്ടുള്ള ഒരു നെതന്യാഹുവിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലുള്ള ഈ വെടിനിർത്തൽ തീർന്നു എന്ന് വേണമെങ്കിൽ പറയുന്നതാണ് നല്ലത്. ഇനി പൂർവാധികം ശക്തിയായിട്ടുള്ള യുദ്ധം ഒരുപക്ഷെ ഉണ്ടായേക്കാം. വെടിനിർത്തൽ കരാർ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് പാലിക്കേണ്ടത് എല്ലാ അംഗരാജ്യങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. അത് ഇസ്രായേൽ തെറ്റിച്ച നിലയ്ക്ക് ഇറാൻ പൂർവാധികം ശക്തിയോടെ ഇസ്രായേലിനെ അടിച്ചു തകർക്കാൻ ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. രക്തരൂഷിതമായിട്ടുള്ള യുദ്ധം, ഒരുപക്ഷെ ഇതുവരെ നടന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു യുദ്ധം പശ്ചിമേഷ്യയിൽ നടക്കുകയും നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഇപ്പൊ 12ാമത്തെ ദിവസം തന്നെ നമ്മുടെ അടുക്കള പൂട്ടിയതുപോലെ, അല്ലെങ്കിൽ ഹോട്ടലുകൾ പൂട്ടിയതുപോലെ, ഗ്യാസ് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായതുപോലെ, പാചകം നിലച്ചതുപോലെ അതിനേക്കാൾ വളരെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുപക്ഷെ നമ്മൾ നേരിടേണ്ടി വരും. അതിനുള്ള സൂചനകളാണ് കഴിഞ്ഞ 12 മണിക്കൂറിൽ പുറത്തു വന്നിട്ടുള്ളത്. അതിനു മുമ്പ് റെക്കോർഡ് ചെയ്തു വെച്ച ആ വീഡിയോയാണ് ആ 10 കൽപ്പനകൾ. ആ 10 കൽപ്പനകളിൽ ഏതൊക്കെയാണ് ഇപ്പൊ ഇസ്രായേൽ ലംഘിച്ചിട്ടുള്ളത് എന്ന് ഇനിയുള്ള വാർത്തകൾ കാണുമ്പോൾ, മറ്റു ചാനലുകൾ വാർത്ത കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ആ 10 കൽപ്പനകളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ആ ഉപാധികളെ കുറിച്ചുള്ള, ഇറാന്റെ ഉപാധികളെ കുറിച്ചുള്ള, അമേരിക്ക അംഗീകരിച്ചിട്ടുള്ള ഉപാധികളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇനി. ഈ വെടിനിർത്തൽ കരാർ വരുമ്പോൾ അതിന്റെ കാരണം എന്താണ് എന്ന കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായി നമ്മൾ സംസാരിച്ചു. ഇതിന് തൊട്ടുമുമ്പുള്ള വീഡിയോയിൽ സംസാരിച്ചു. അമേരിക്കയ്ക്കുണ്ടായ വലിയ നഷ്ടവും ഇറാനെ തങ്ങൾക്ക് പിടിച്ചുകെട്ടാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവും, ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ $450 ബില്യൺ നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായതും, അങ്ങനെ ട്രംപിന് ഭ്രാന്ത് പിടിച്ച് അവസാനം ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ 10 അംഗീകരിച്ചുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇറാന്റെ ഉപാധികളെല്ലാം അംഗീകരിക്കാതെ വെടിനിർത്തൽ ഇല്ല എന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഏതായാലും ഇത് ഉരുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇറാനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇറാൻ പൂർണ്ണമായി കീഴടങ്ങുകയായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ വെച്ചിട്ടുള്ള 10 ഉപാധികൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഈ 10 ഉപാധികൾ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതിൽ ഏതെങ്കിലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വീണ്ടും ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെടും. അത് ഇതിനേക്കാൾ ശക്തമായിരിക്കുമെന്ന് തന്നെ ഞാൻ ഭയപ്പെടുന്നു. കാരണം ഇറാനെ ആ കാര്യത്തിൽ വിശ്വസിക്കാൻ ഞാനില്ല. കാരണം അമേരിക്ക ഈ 10 കൽപ്പനകളിൽ ഏതെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ വീണ്ടും യുദ്ധം പൂർവാധികം ശക്തിയോടെ തുടങ്ങും. ഒരുപക്ഷെ പിന്നീട് അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇറാന്റെയും ഒക്കെ നാശത്തിന്, അല്ലെങ്കിൽ ലോകത്തിന്റെ നാശത്തിൽ അത് ചെന്ന് അവസാനിക്കൂ. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. ഈ കൽപ്പനകളിലൂടെ തന്നെ ഈ യുദ്ധം അവസാനിക്കട്ടെ എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ഏതായാലും നമുക്ക് ആ കൽപ്പനകളെ, അല്ലെങ്കിൽ ആ ഉപാധികളെ, ഇറാന്റെ ഉപാധികൾ എന്ന് നോക്കാം. ഒന്നാമത്തെ ഉപാധി എന്ന് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കുക. അതായത് ഇറാഖ്, ലബനൻ, യമൻ എന്നിവിടങ്ങളിലെ യുദ്ധം പൂർണ്ണമായും നിർത്തലാക്കുക. അമേരിക്ക ഒരു യുദ്ധക്കൊതിയനാണ്, ഇസ്രായേലും ഒക്കെ യുദ്ധക്കൊതിയനാണ്. അപ്പൊ ഈ രാജ്യങ്ങളിലുള്ള യുദ്ധം, ഇറാനുമായിട്ടുള്ള യുദ്ധവും അങ്ങ് അവസാനിപ്പിക്കുക, നിർത്തുക. ഇനി ഇവിടെ യുദ്ധം വേണ്ട, ആ മേഖലയിൽ ഒരു യുദ്ധം വേണ്ട. പ്രത്യേകിച്ച് ഇറാന്റെ സഖ്യകക്ഷികളാണ്, അവരുമായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും എല്ലാം അങ്ങനെ അവസാനിപ്പിക്കുക. ഇതാണ് ഒന്നാമത്തെ ഉപാധി. രണ്ടാമത്തത് സ്ഥിരമായിട്ടുള്ള ഒരു വെടിനിർത്തൽ. അതായത് ഇറാൻ മേലുള്ള യുദ്ധം സമയപരിധി ഇല്ലാതെ പൂർണ്ണമായും ശാശ്വതമായും അങ്ങോട്ട് അവസാനിപ്പിക്കുക. അതായത് ഇനി മേലിൽ ഇറാൻ തുടക്കത്തിലെ, അതായത് യുദ്ധത്തിന്റെ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഇനി മേലിൽ ഇറാന്റെ മേൽ ആരും കയറി വരില്ല. അതായത് അമേരിക്കയും ഇസ്രായേലും ഒന്നും ഇനി ഇറാന്റെ മേളിലൊന്നും കയറി തൊടാൻ വരുന്നില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നങ്ങ് വിടും. ഇറാൻ ആളുടെ തോളത്ത് കയറാൻ അങ്ങോട്ട് വരില്ല. അങ്ങനെ ഇറാനെ സ്വതന്ത്രമായി അങ്ങോട്ട് വിടുക. ഒരു ശല്യപ്പെടുത്തലുമായി ഇങ്ങോട്ട് ചൊറിയാനായിട്ട് വരില്ല എന്ന് പൂർണ്ണമായി ഉറപ്പ് കൊടുക്കുക. അതാണ് രണ്ടാമത്തെ ഉപാധി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഉപാധി എന്ന് പറഞ്ഞാൽ ഇറാൻ, മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സമാധാനമായിരിക്കും. എല്ലാ സംഘർഷങ്ങളും പൂർണ്ണമായിട്ട് അവസാനിക്കണം. മിഡിൽ ഈസ്റ്റിൽ ചില സംഘർഷങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ സംഘർഷങ്ങളും
അത് അമേരിക്കയായിട്ട് ഇടപെട്ടിട്ടാണല്ലോ വരുന്നത്. കാര്യം മിഡിൽ ഈസ്റ്റിലാണ് അമേരിക്കയുടെ താവളങ്ങൾ, ബേസുകൾ കണ്ടമാനമുള്ളത്. ആ ബേസുകൾക്ക് പണിയുണ്ടാക്കാൻ വേണ്ടി അമേരിക്ക തന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിവരങ്ങൾ ഇറാന്റെ പേരിൽ ഇസ്രായേൽ മിസൈൽ അയക്കുന്നു എന്നാണ് പലയിടങ്ങളിലേക്ക്, ദുബായിലേക്ക്, അത് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലേക്ക് മിസൈൽ അയക്കുക, എന്നിട്ട് ഇറാന്റെ പെരടിയിൽ വെച്ച് കെട്ടുക. ഇറാൻ അയക്കുന്നു എന്ന് ഇറാൻ എപ്പോഴും പറയുന്നുണ്ട്. അമേരിക്കന്റെ താവളങ്ങളിലേക്ക്, അത് സൈനിക താവളങ്ങളിലേക്ക്, ബേസുകളിലേക്ക് മാത്രമേ തങ്ങൾ ഇടൂ, മറ്റൊന്നും തങ്ങളല്ല എന്ന് പല തവണ ഇറാൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ബോധ്യപ്പെട്ടിട്ടാണ് മറ്റ് രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം കൂടാത്തത്. പക്ഷെ എന്നാലും മറ്റു രാജ്യങ്ങളിലേക്ക് മിസൈൽ പോയിരുന്നു. അത്തരത്തിലുള്ള സംഘർഷങ്ങളും മറ്റെല്ലാം അങ്ങ് അവസാനിപ്പിക്കാം. മേലിൽ അമ്മാതിരിയുള്ള പരിപാടി കൊണ്ട് ഇറങ്ങിയേക്കരുത്. നാലാമത്തെ ആവശ്യമാണ് നമുക്ക് ലോകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഹോർമൂസ് കടലിടുക്കിനെ സംബന്ധിച്ചാണ്. അത് സുഗമമായി അതുവഴി യാത്ര ചെയ്യാൻ അനുവദിക്കുക. അവിടെ അമേരിക്കയ്ക്കോ മറ്റാർക്കും അവിടെ കയറി ചൊറിയാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഇട ഉണ്ടാക്കരുത്. അത് ഹോർമൂസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരുത്തിനും ആ വഴി വന്നേക്കരുത് എന്നതാണ് അടുത്ത ഒരു നിബന്ധന എന്ന് പറയുന്നത്. പിന്നെ പ്രോട്ടോകോളാണ്, സുരക്ഷയുടെ പ്രോട്ടോകോൾ. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ യാത്രയുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ നിബന്ധനകളും സുരക്ഷാ മാനദണ്ഡങ്ങളും നടപ്പിലാക്കുക. ആ നിബന്ധനകളും സുരക്ഷാ മാനദണ്ഡങ്ങളും ആരാണ് കൊണ്ടുവരിക എന്ന് പറയേണ്ടതില്ലല്ലോ. ഇറാന്റെ പരിധിയിലാണ് ഇത് വരുന്നത്. ഇറാനാണ് ഇപ്പൊ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് ഇറാൻ ചില കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിച്ചു വെക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കും. അത് അംഗീകരിച്ച് അത് നടപ്പിലാക്കുക. അതാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്ന അടുത്ത ഒരു ആവശ്യം എന്ന് പറയുന്നത്. പിന്നെ ആറാമത്തെ ആവശ്യം എന്ന് പറയുന്ന നഷ്ടപരിഹാരം. അത് ഇറാൻ തുടക്കം മുതൽ പറയുന്നുണ്ട്. ഇറാൻ എങ്ങോട്ടും കയറി അടിച്ചിട്ടില്ല, ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇങ്ങോട്ട് വന്ന് അടിച്ച നിലയ്ക്ക് ഇറാനിൽ സംഭവിച്ചിട്ടുള്ള സകല നാശനഷ്ടങ്ങൾക്കും ഇനി ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള എല്ലാത്തിനും ആവശ്യമായ സാമ്പത്തികം, അതിന് നഷ്ടം സംബന്ധിച്ചുള്ള മുഴുവൻ നഷ്ടപരിഹാരമായി ഇറാന് ലഭിക്കണം എന്നതാണ്, പൂർണ്ണമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാണ് അടുത്ത ആവശ്യം. ഏഴാമത്തെ ആവശ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 40 വർഷങ്ങളായി അമേരിക്കയുടെയും മറ്റ് രാജ്യങ്ങളുടെയും ഉപരോധം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഈ യുദ്ധം, അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ മേൽ കൊണ്ടുവച്ചിട്ടുള്ള ഈ യുദ്ധം, അതിന്റെ വെടിനിർത്തൽ ഒരു സന്ധിയിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഇതെല്ലാം അവസാനിക്കുന്നതിന്, യുദ്ധം എന്നേക്ക് അവസാനിക്കുന്നതിന് മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധികളിൽ ഒന്ന് തങ്ങളുടെ മേലുള്ള എല്ലാ ഉപരോധങ്ങളും നീക്കണം. ഇനി ഇറാന്റെ മേലൊരു ഉപരോധം മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് ആരും നിൽക്കരുത് എന്നാണ് അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിനടുത്ത കണ്ടീഷൻ, അമേരിക്കയും മറ്റ് രാജ്യങ്ങളും മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ ബാങ്ക് നിക്ഷേപങ്ങളും മറ്റ് ആസ്തികളും തിരികെ നൽകണം. ഇപ്പോ യുറേനിയം അടിച്ചുകൊണ്ട് പോകാനാണ് കഴിഞ്ഞ ദിവസം രക്ഷാപ്രവർത്തനം എന്ന പേരിൽ അമേരിക്ക വന്നത് എന്നും, അതുകൊണ്ടാണ് അമേരിക്കയുടെ 10-15 ഫ്ലൈറ്റുകളും ഹെലികോപ്റ്ററുകളും കൂടെ ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങ് തീർത്തതെന്നും ഇറാൻ പറഞ്ഞിരുന്നു. അത് ഇറാന്റെ പരമാധികാരത്തിന്മേൽ കടന്നു കയറിയതുകൊണ്ട് ചെയ്തതാണ്. പക്ഷെ ബാക്കിയുള്ളത് അതല്ല. ഇറാന്റെ പണം മറ്റു പല രാജ്യങ്ങളിലുമുണ്ട്. അത് അനധികൃതമായി പിടിച്ചു വച്ചിരിക്കുന്നു. അത് യാതൊരു കണ്ടീഷനും ഇല്ലാതെ ഇറാന്റെ സ്വത്താണ്, ഇറാന്റെ സമ്പത്താണ്, അത് ഇറാന് വിട്ടുകിട്ടണം എന്ന് തന്നെയാണ് അടുത്ത 8ാമത്തെ ഒരു ആവശ്യമായിട്ട്. 9ാമത്തേത് ആണവായുധമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആണവായുധം വിട്ടിട്ടുള്ള കളിയില്ല. അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ട്, ഇറാന്റെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ആ 9ാമത്തെ കണ്ടീഷൻ. അത് തന്നെയാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഇറാന് അനുമതി വേണം. അതായത് ഇറാന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള യുറേനിയം സമ്പുഷ്ടീകരണം നടത്തും. അതാ ഇറാന്റെ ആവശ്യമാണ്. പക്ഷെ അത് ആണവായുധവുമായിട്ടോ മറ്റോ കാര്യങ്ങൾക്കോ പോകുന്നതിന് ഇറാന് തൽക്കാലം താല്പര്യമില്ല, അതിന്റെ ഉദ്ദേശമില്ല. കാര്യം ഇറാന് ആണവായുധം നിർമ്മിക്കാൻ താല്പര്യമില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെയാണ് അവർ പോകുന്നത്. പക്ഷെ അവർക്ക് ആണവ ഊർജം വേണ്ടി വരും, മറ്റു പല കാര്യങ്ങളും വേണ്ടി വരും. യുറേനിയം അവർക്ക് സമ്പുഷ്ടീകരിക്കുന്നതിന് അവർക്ക് എന്താ പ്രശ്നം? അപ്പോൾ അതിന് പൂർണ്ണമായും ഇറാനെ അനുവദിക്കണം. അതിന്റെ പേരിൽ ഒരു ഉപരോധമോ കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് 9ാമത്തെ കണ്ടീഷൻ. 10ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം ഈ പറഞ്ഞ 9 കാര്യങ്ങളും ഉടനടി നടപ്പിലാക്കുക എന്നതാണ്. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ വെടിനിർത്തൽ എന്നേക്കുമായി ഇറാൻ നടപ്പിലാക്കും. അതായത് ഇനി മേലിൽ ഇത്തരത്തിലുള്ള യുദ്ധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഇറാന്റെ ഭാഗത്തു നിന്ന് യാതൊരു വിഷയങ്ങളും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇത് ഇറാൻ 1ാമത്തെ ദിവസം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. 1ാമത്തെ ദിവസം മുതൽ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ കാര്യം തന്നെയാണ് സത്യത്തിൽ ഇപ്പോ ഈ 38 ദിവസം കഴിഞ്ഞ് ഇത്രയധികം ദുരന്തവും വിതച്ചു കഴിഞ്ഞ് ഇസ്രായേൽ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞ് ഇറാനിലും അതിലേറെ നഷ്ടം വന്നു കഴിഞ്ഞ് അമേരിക്കയ്ക്ക് നികത്താൻ പറ്റാത്ത പടുകൂറ്റൻ നഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞിട്ട് ട്രംപിനെ അംഗീകരിച്ചുകൊണ്ട് നിർത്തൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വെക്കാൻ അംഗീകരിക്കേണ്ടി വന്നത്. Different angles. Don't forget to subscribe and support this channel.